MGR പോലെ ചെത്തി നടക്കണോ. അമ്മയാണ് ഗൈഡ്, ഞാനാണ് ടൂറിസ്റ്റ് എന്ന് മാതിരി. പടിയിലും മുകളിലും ഒക്കെ ആയിട്ട് കുറെ ഫ്ലോസിലുണ്ട്. And it's all very Victorian theme based, but this is made out of Legos. I love Sydney. അമ്മയ്ക്ക് ആ ട്രീ കണ്ടിട്ട് അങ്ങോട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രത്യേക ഭംഗി കേട്ടോ, നേരിട്ട് ഇങ്ങനെ ഇവിടുന്ന് കാണുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയാണ്. അതിരപ്പള്ളി വാട്ടർഫാൾസിന്റെ അടുത്ത് അമ്മ നിൽക്കുകയാണ്. ഹൈറ്റ് കൂടുന്തോറും നമുക്ക് തലയ്ക്കൊരു ചെറിയ തന്താനിന്നാനേ താനിന്നാനേ. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ടു സിഡ്നി മലയാളി. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ വിചാരിക്കണോ? നമ്മളെല്ലാവരും ഇവിടെ സുഖമായിരിക്കണോ? സിഡ്നിയിൽ നല്ല ബ്യൂട്ടിഫുൾ സമ്മർ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ മുഖമൊക്കെ കണ്ടാൽ അറിയാം നല്ല ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ബിക്കോസ് വി ആർ ഡൂയിങ് എ ലോട്ട് ഓഫ് ഔട്ട്ഡോർ സ്റ്റഫ് ആൻഡ് അതിൻ്റേതായിട്ടുള്ള കുറേ കരിയൽ ഓഫ് ദ സ്കിൻ. ബട്ട് ഇറ്റ്സ് ഗുഡ്, വി ആർ ഓൾ ഹാവിങ് ഫൺ. ഇന്നിപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് എന്താ MGR പോലെ ചെത്തി നടക്കണോ. ഞാനും അമ്മയും കൂടിയിട്ട് സിറ്റിയിലൊരു ട്രിപ്പ് അടിക്കുകയാണ് കേട്ടോ. സുണ്ണിൽ വീട്ടിലുണ്ട്. കുട്ടികളുടെ കാര്യം സുണ്ണിലാണ് ഏറ്റിരിക്കണേ. ഡാഡി ഡേ കെയർ ആണ് കേട്ടോ, ഒന്ന് 2 പിള്ളേർക്കും. അപ്പം ഞാനും അമ്മയും കൂടിയിട്ട് ഒന്ന് സിറ്റിയിൽ കറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ പരിപാടി. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. എന്തൊക്കെ ഫിറ്റാക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്തൊക്കെ വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റുമെന്നും അറിയില്ല. ബട്ട് ഐ തോട്ട് ഇറ്റ് ബി എ ഫൺ ഡേ ടു കവർ. അമ്മയായിട്ട് ഇങ്ങനെ സിറ്റി പോയതിൻ്റെ ഒരു മെമ്മറി കവറിങ് കൂടെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. സോ വി ആർ ഗോയിങ് ടുഡേ. ഇന്നിപ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിൽ ബോക്സിംഗ് ഡേ ആണ്. ഓസ്ട്രേലിയയിൽ നല്ല എല്ലായിടത്തും ലോകത്തെല്ലായിടത്തും ബോക്സിംഗ് ഡേ ആണ്. ബോക്സിംഗ് ഡേ എന്താണെന്ന് വിചാരിച്ചാൽ പണ്ടത്തെ ആൾക്കാർ, ഈ വലിയ ആൾക്കാരൊക്കെ ക്രിസ്മസ് ഒക്കെ 25th ആഘോഷിച്ച് ദ നെക്സ്റ്റ് ഡേ 26th അവരുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കണവർക്ക് അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റാഫിനെ ഒക്കെ കൂടിയിട്ട് ബോക്സായിട്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കും ക്രിസ്മസ് കഴിഞ്ഞിട്ട് അവർക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ. അങ്ങനെയാണ് അതൊരു ബോക്സിംഗ് ഡേ 26th December എന്നുള്ള പേര് തന്നെ വന്നത്. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇതൊരു വലിയ ഒരു സെയിലും ആഘോഷവും ഒക്കെ നടക്കുന്ന ഒരു സംഭവമാണ് റൈറ്റ് ആഫ്റ്റർ ക്രിസ്മസ്. അപ്പോൾ നല്ല തിരക്ക് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, ആൻറ്റിസിപ്പേറ്റ് ചെയ്യണു. ബട്ട് വിൽ സി. നമ്മളിപ്പോൾ കെലിവിൽ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്ഥലത്തുനിന്ന് വണ്ടി പാർക്ക് ചെയ്ത് മെട്രോ പിടിച്ചിട്ടാണ് സിറ്റി പോകാൻ പോണേ. സോ ഇന്നത്തെ കുറേ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണേ. സോ പ്ലീസ് കീപ് വാച്ചിങ്. അമ്മ അപ്പം കണ്ടോ ഓപ്പൽ കാർഡൊക്കെ സ്വാപ്പ് ചെയ്യണു മെട്രോ സ്റ്റേഷനിൽ. അവിടെ നിന്ന് സ്വാപ്പ് ചെയ്ത് എൻ്റെ വീഡിയോ കണ്ടതൊക്കെ വലിയ പരിചയമായിരിക്കണം കേട്ടോ. മെട്രോ ഒക്കെ പുഷ്പം പോലെയാണ് കയറുന്നത്. അപ്പോൾ എസ്കലേറ്ററൊക്കെ പിടിച്ചിട്ട് മളിക്ക് പോകട്ടോ. നമ്മൾ കെല്ലിവിൽ മെട്രോയിലാണ് നമ്മളിനി പോകാൻ പോണത്. ആദ്യം ഞാൻ വിചാരിച്ച മാർട്ടിൻ പ്ലേസ് എന്നുള്ള സ്ഥലത്തേക്ക് പോകാനാണ് കേട്ടോ. കുറച്ചൊക്കെ ആൾക്കാരുണ്ട്, ആൾക്കാരൊക്കെ തന്നെ സിറ്റിയിലേക്ക് പോകാനൊക്കെ നിൽക്കുകയാണ്. ഞാൻ വിചാരിച്ചു അമ്മേനെ ഏറ്റവും ഫ്രണ്ട് വശത്ത് കയറ്റിയിരുത്താം. നമുക്ക് ഇതൊക്കെ ഡ്രൈവർലെസ് ആയിട്ടുള്ള മെട്രോ അല്ലേ. അപ്പം അമ്മ അത് കണ്ടിട്ടില്ല സംഭവം. അപ്പം അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തോട്ടെ വിചാരിച്ചിട്ട്. ഇങ്ങനെയൊക്കെ ഓടാൻ പറ്റുന്നുണ്ടല്ലോ. ഈ ഓട്ടം നമ്മളെന്നും കറക്കം ചാട്ടം ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റണു ഈ പ്രായത്തിലും. അല്ല അമ്മയ്ക്ക് അത്ര വയസ്സൊന്നുമില്ല, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. ആയുർവേദമൊക്കെ ചെയ്തിട്ട് വന്നിട്ടാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് അമ്മ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഐ വാസ് തിങ്കിങ് ഇങ്ങനെ പേരൻസ് ഒക്കെ ഇങ്ങനെ വരുന്നവർക്ക് ഇറ്റ്സ് ഹെൽപ്പിംഗ് ദം. അവർക്കും കൂടി ആയിട്ട് പറഞ്ഞു കൊടുക്കാമല്ലോ ആയുർവേദത്തിന്റെ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അമ്മ വന്നേന്നുള്ളത്. ഞാൻ കുറച്ച് ലേഹ്യം കഴിച്ചു, ചെറിയ ഉഴിച്ചിൽ കഴിച്ചു, അങ്ങനെയാണ് വന്നത്. ലേഹ്യവും ഉഴിച്ചിലൊക്കെ കേട്ടോ. അപ്പോൾ ബോഡിക്കൊക്കെ ഒരു സ്ട്രെങ്ത് ഒക്കെ കിട്ടാൻ ഇങ്ങനെയൊക്കെ കറങ്ങാനും ചാടാനും. ട്രാവൽ കുറച്ച് ഇത്രയും ചെയ്യാത്ത ആൾക്കാർക്ക് ട്രാവൽ ചെയ്യുമ്പോൾ തിങ്സ് ലൈക്ക് ദിസ് വുഡ് ഹെൽപ്പ്. സോ അങ്ങനത്തെ പേരൻസ് ഒക്കെ അങ്ങനെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ആയുർവേദം ചെയ്യാൻ വിഷമമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ മേ ബി ട്രൈ ഇറ്റ് ഔട്ട്. ബിക്കോസ് എനിക്ക് അമ്മയ്ക്ക് ഭയങ്കര വ്യത്യാസം ഫീൽ ചെയ്തു. ഞാൻ പണ്ടത്തെ ആളല്ല. ഇപ്പം ഐ ഫീൽ ലൈക്ക് ഷീ ഈസ് ഏബിൾ ടു വാക്ക് മോർ. നമ്മുടെ കൂടെ ഇങ്ങനെ ചാടാനും ഓടാനൊക്കെ പറ്റുന്നുണ്ട്. സോ ജസ്റ്റ് ലിറ്റിൽ. ഡ്രൈവറിൽ
ഇല്ലാത്ത വണ്ടിയല്ലേ. അപ്പൊ മുൻവശത്ത് നമ്മൾ കയറിയതാ. ഇതാണ് കേട്ടോ കാഴ്ച. ആ ടണലിൽ കൂടെ നമ്മളിങ്ങനെ നമ്മൾ തന്നെ അവിടെ ഓട്ടോ തളച്ചിട്ട് ഇങ്ങനെ കയറി ചെല്ലുന്ന മാതിരി ഒരു ഫീലിംഗ് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കണേ മാർട്ടിൻ പ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിലാണ് കേട്ടോ. മാർട്ടിൻ പ്ലേസിൽ ട്രെയിനും ഉണ്ട്. ഇതിപ്പോൾ മെട്രോ ആണ്. മെട്രോ ഞാൻ ആദ്യമായിട്ടാണ് ആക്ച്വലി മാർട്ടിൻ പ്ലേസ് സ്റ്റേഷനിൽ ഇറങ്ങുന്നത് കേട്ടോ. കയറ്റത്തിലുള്ളൊരു എസ്കലേറ്ററാണ്. ഓക്കെ, മാർട്ടിൻ പ്ലേസിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. ഇവിടെ നിന്ന് ആദ്യം എക്സിറ്റ് ചെയ്യട്ടെ. അമ്മ ഓപ്പലൊക്കെ യൂസ് ചെയ്യാൻ പഠിച്ചിരിക്കുന്നു. നല്ല ഭംഗിയിലാട്ടോ ഈ മെട്രോ സ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കണേ. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സും കോഫി ഷോപ്സൊക്കെ അവർ തുറന്നിട്ടുണ്ട്. മാർട്ടിൻ പ്ലേസിൽ നമ്മൾ എത്തിയിരിക്കണേ കേട്ടോ. ഇവിടെ നല്ല ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ എപ്പോഴും ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അമ്മയ്ക്ക് അതൊക്കെ ഒന്ന് കാണിച്ചാൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ വന്നിക്കണേ. ക്യൂട്ട് സ്റ്റോഴ്സ് ആട്ടോ. ഈ മാർട്ടിൻ പ്ലേസ് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് മറ്റേ ദിൽ ചാത്താ ഹൈ സിനിമയൊക്കെ അല്ലേ ആമിർ ഖാൻ്റെ, അതൊക്കെ ഇവിടെ റെക്കോർഡ് ചെയ്ത് ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ട് ഇപ്പം ഞാൻ വന്ന കാലത്തൊക്കെ എനിക്കിത് കാണുമ്പോൾ ആമിർ ഖാൻ്റെ സ്ഥലം എന്നൊക്കെയായിരുന്നു തോന്നിയിരുന്നത്. പണ്ട് നമ്മൾ ഇന്ത്യൻ മൂവി അതുമാതിരി ദിൽ ചാത്താ ഹൈ അങ്ങനെ കുറച്ച് ചില മൂവീസൊക്കെ അല്ലേ, സലാം നമസ്തേ, അതിലൊക്കെയല്ലേ ഓസ്ട്രേലിയ കണ്ടിരുന്നത്. അതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ അടുത്ത് അമ്മ നിൽക്കുകയാണ്. ഓക്കെ, അങ്ങനെ വന്നാൽ ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ക്രിസ്മസ് ട്രീ ഇൻ ന്യൂ സൗത്ത് വെയിൽസ് ട്ടോ. ഇഷ്ടമാതിരി ലൈറ്റ്സും ഒക്കെ ഉണ്ട് ഇതിൽ. ഓക്കെ, റോഡ് ക്രോസ് ചെയ്യണം, സൂക്ഷിക്കണമാ. ഓക്കെ, ലെറ്റ്സ് ഗോ. വേണ്ട കിട്ടില്ല ട്രീ, അടിപൊളി ട്രീ. അത് എപ്പോൾ വന്ന് കണ്ടാലും നല്ലൊരു ഭംഗിയാട്ടോ. രാത്രിയാണ് ആക്ച്വലി കുറച്ചും കൂടെ ഭംഗി. ലൈറ്റ്സ് ഫുൾ ഓൺ ആക്കിയിട്ട് അവർ. എന്നാലും വാട്ട് എ ബ്യൂട്ടിഫുൾ ട്രീ. അമ്മയ്ക്ക് ആ ട്രീ കണ്ടിട്ട് അങ്ങോട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രത്യേക ഭംഗിയാട്ടോ. നേരിട്ട് ഇങ്ങനെ ഇവിടുന്ന് കാണുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയാണ്. ഇറ്റ്സ് ഗോട്ട് ലൈക്ക് ഫ്ലവേഴ്സ് ഈ ബോബിൾസും ലൈറ്റ്സും ഒക്കെ ആയിട്ട് വൈറ്റ് ആയിട്ടോ. അതാ ചേർച്ചിൻ്റെ അതിൻ്റെ അത്രയുണ്ട് സൈസ്. അമ്മ ചെത്തി നിൽക്കുന്നുണ്ട് ട്രീ കണ്ടിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടു. സോ പ്രിട്ടി. നമുക്ക് പിന്നെ ഫാസിനേഷൻ തോന്നിയത് ഇവിടുത്തെ ഈ ക്രോസിങ്ങിൻ്റെ സംഭവം, ലൈക്ക് ആൾക്കാർക്ക് റോഡ് ക്രോസ് ചെയ്യാനുള്ള സംഭവം. ഇവിടെ ഇങ്ങനത്തെ ഒരു മെഷീൻ ഉണ്ട്. അത് പ്രസ് ചെയ്തിട്ട് അവിടെ ഗ്രീൻ ലൈറ്റ് ആകുമ്പോഴാണ് ക്രോസ് ചെയ്യുക. ഇപ്പോൾ റെഡ് അല്ലേ, കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് ക്രോസ് ചെയ്യാനുള്ള ഗ്രീൻ ആവും. അപ്പോഴാണ് ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്യുക. അമ്മയ്ക്ക് എന്തോ അത് ഭയങ്കരമായിട്ട് ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയിരിക്കണം, ഇഷ്ടപ്പെട്ടിരിക്കണോ സംഭവം. ഓക്കെ, സോ വി ആർ ഹിയർ അറ്റ് ദ കോർണർ ഓഫ് കിങ് സ്ട്രീറ്റ് ആൻഡ് പിറ്റ് സ്ട്രീറ്റ്. ഞാൻ പണ്ട് ഈ ഒരു ബിൽഡിങ്ങിൽ ജോലി ചെയ്തിരുന്നു കേട്ടോ. എത്രാമത്തെ ഒരു ഫ്ലോറിൽ ഓഫീസ് ഉണ്ടായിരുന്നു. അന്ന് ഈ സമയത്ത് ഫുൾ ടൈം ഞാൻ ഷോപ്പിംഗ് തന്നെയായിരുന്നു. ബിക്കോസ് ദിസ് ഇസ് ലൈക്ക് എ പ്രോപ്പർ ഷോപ്പിംഗ് സ്പേസ്. അത് കണ്ടു, ഇപ്പോൾ ഗ്രീനായി. അപ്പോൾ നമുക്കിനി റോഡ് ക്രോസ് ചെയ്യാം. ഞാൻ വിചാരിച്ച് പേടിച്ച അത്ര തിരക്കില്ല. ഐ തിങ്ക് എ ലോട്ട് ഓഫ് പീപ്പിൾ എന്നെ പോലെയൊക്കെ ഓൺലൈനിൽ തന്നെ ഓർഡർ ചെയ്യുന്നുണ്ട് സ്റ്റോഴ്സിൽ നിന്നൊക്കെ. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് മാഡ്. പണ്ടൊക്കെ അവിടെ ഭ്രാന്തായിട്ടുള്ള ഷോപ്പിംഗ് തിരക്കായിരുന്നു. അപ്പം അത്രയ്ക്ക് തിരക്കില്ല കേട്ടോ. അമ്മ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അമ്മയാണ് ഗൈഡ്, ഞാനാണ് ടൂറിസ്റ്റ് എന്ന് മാതിരി. ജെനിസിൻ്റെ സ്റ്റോറാണ്. ബസ്സൊക്കെ ഷോറൂം പോലെ പല മോട്ടറിൻ്റെ ഒക്കെ ഫോട്ടോസ് സാധനങ്ങൾ ഡിസ്പ്ലേയിൽ ഇട്ടിരിക്കണം. അമ്മ അതൊക്കെ അങ്ങനെ നോക്കണ്ടെന്ന് ഇരുന്നിട്ട്. ഓട്ടോമൊബൈൽസിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും. സോ ദിസ് ഇസ് പ്രോപ്പർ പിറ്റ് സ്ട്രീറ്റ്. ഇഷ്ടമാതിരി സ്റ്റോഴ്സ് ഉണ്ട്. H&Mലൊന്നും എനിക്ക് കാരണം. സോ വിൽ സ്റ്റാർട്ട് ഫ്രം ദർ. അതിന് മുന്നേ അമ്മയ്ക്കൊന്ന് ലെഗോൻ്റെ സ്റ്റോർ കാണിച്ചു കൊടുക്കാം. സോ ഇസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ലെഗോ സ്റ്റോഴ്സ് ഐ തിങ്ക് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. ലെഗോ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ വളരെ ഇഷ്ടമാവും. അത് ഞാൻ പഴയൊരു വീഡിയോയിൽ ഇത് കാണിച്ചു തന്നിട്ടുണ്ടെന്ന്. എൻ്റെ ഗൈഡ് അവിടെ പോയി. ഗൈഡ് ഇവിടെ നോക്കൂ, ലെഗോൻ്റെ സ്റ്റോറ്. നല്ല ക്യൂട്ടൊരു ലൈനാണ് കേട്ടോ. സിഡ്നിയിലുള്ള ലെഗോ സ്റ്റോറിൻ്റെ ഈ സൈഡിൽ കൂട്ടുള്ളവർ വിസിറ്റ് ചെയ്യണവരൊക്കെ ഇവിടെ നിന്നോളൂ. ലൈക്ക് ഇവിടെ നിന്ന് വരൂ. ബിക്കോസ് ഇറ്റ്സ് ക്വൈറ്റ് നൈസ് ആൻഡ് ക്യൂട്ട്. അമ്മ നിൽക്കണുണ്ടോ ഫോണിൻ്റെ അടുത്ത്? ഐഫോൺ ചോക്ലേറ്റിൻ്റെ മാതിരി ഉണ്ടാക്കി വെച്ചേക്കണോ അല്ലേ ലെഗോനെ കൊണ്ട്. ഇതിനകത്തും കാണാമ്മ ലെഗോസിനെ കൊണ്ടുള്ള ഈ ലെഗോ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഭയങ്കരമായിട്ട് പ്രാന്താട്ടോ. നമ്മുടെ പിള്ളേർക്ക് ഇത് വലിയ പ്രാന്തമായിട്ടില്ല താങ്ക്ഫുള്ളി. അല്ലെങ്കിൽ ഇത് വീട് മുഴുവൻ ഉണ്ടായേനെ. കാലിൻ്റെ അടിയിലൊക്കെ പെട്ടുള്ള വേദന. ഞാനിട്ടോ ലെഗോൻ്റെ ആ സ്റ്റോർ തന്നെ ഇതിനകത്ത് പോയാൽ അങ്ങനെ
ഇഷ്ടംമാതിരി സാധനങ്ങൾ കാണാം. ആൾക്കാരുണ്ടാക്കി വെച്ചിരിക്കണേ. നോക്കൂ, കോളമ്മ ഉണ്ടാക്കി വെച്ചിക്ക. ഇങ്ങോട്ട് നോക്കൂ, ഉണ്ണി കോളൻ ഉണ്ടാക്കി വെച്ചിരിക്കണ. ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണാണ് ലെഗോസിനെ കൊണ്ട്. ഇവിടുത്തെ ഒരു തീം റിലേറ്റഡ് ആയിട്ടുള്ള ലെഗോസ് ആണ് കേട്ടോ അവിടെ കുറെ കാണാം. അപ്പോൾ ഇത് കണ്ടോ, ബൊട്ടാനിക്കൽ ഗാർഡൻസ്, അങ്ങനെയൊക്കെ ഒരു തീം റിലേറ്റഡ്. പിന്നെ ക്രിസ്മസി സ്റ്റൈലിലുള്ളതുണ്ട് കുറേ. ഓസ്ട്രേലിയൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ആ തീമിൽ ഒക്കെ ആയിട്ട് ഇഷ്ടമാതിരി ഉണ്ട് ലെഗോൻ്റെ. ലെഗോ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പറ്റിയ സ്ഥലമാണ്. ഇറ്റ്സ് ലൈക്ക് എ വേൾഡ് ഓഫ് ലെഗോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഓപ്പറ ഹൗസ് ഉണ്ടാക്കി വെച്ചിരിക്കണോ? അമ്മ ചെന്നോളോ. അമ്മ അതിന് മുമ്പ് സിഡ്നി വന്നപ്പോൾ ഓപ്പറ ഹൗസ് വിസിറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ബട്ട് ദിസ് ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് ലെഗോ, സോ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. അമ്മോയി ഏതോ കൊറിയൻ പോപ്പ് സംഭവത്തിന്റെ റെക്കോർഡിങ് നടക്കാം കേട്ടോ അവിടെ. ചെന്നൈയിലൊന്ന് കയറിയുണ്ട്. ഫോക്സ് ഇന്ത്യയുടെ നല്ല ഷോപ്പിംഗ് കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. സെയിൽ നടക്കുന്നുണ്ട്. ചെന്നൈയിൽ ഇറങ്ങി നമ്മളിപ്പോൾ സ്ട്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിംഗ് സെൻറ്ററിനകത്ത് കേട്ടോ. സിറ്റിയിൽ തന്നെയുള്ള സ്ട്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ഇവിടെയുള്ളവർക്കൊക്കെ അറിയും. ബട്ട് ദ ക്രിസ്മസ് ഡെക്കോർ ഇസ് ക്വൈറ്റ് പ്രിട്ടി. അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വന്ന്. സി ഹൗ പ്രിട്ടി ഇറ്റ് ഇസ് ഹിയർന്ന്. അമ്മ ഇത് അവിടെ ഉണ്ട്. ഇതൊക്കെമ്മ ഇത് ഡെക്കറേഷൻസ് ഒക്കെ നല്ല ഭംഗി അത് കാണാൻ കേട്ടോ. എസ്പെഷ്യലി രാത്രിയാണ് ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി അറിയാം. ദെൻ ഇറ്റ്സ് ഡാർക്ക് ആൻഡ് ഓൾ ദ ലൈറ്റ്സ് ആർ ലിറ്റ്. ഇവിടെ അങ്ങനത്തെ കുറേ സ്റ്റോഴ്സ് ഉണ്ട് കേട്ടോ. ആൾക്കാർ ഉണ്ട് ഓസ്ട്രേലിയൻ പ്ലാന്റ് ഓയിൽ സോപ്പ് അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കിയിട്ട് വിൽക്കണ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. റിയലി പ്രിട്ടി കേട്ടോ. ഒരു ക്യൂട്ട് സ്റ്റൈലിലുള്ള ഇതൊക്കെ നോക്കൂ, നല്ല ഭംഗിയുണ്ടല്ലേ. രാത്രി ഇതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു തന്നെ. ഈ സ്റ്റാൻഡിലത്തെ ഡെക്കറേഷൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പണ്ടേ. ഇറ്റ്സ് ക്വൈറ്റ് നൈസ് ഹിയർ. ക്ഷീണമെന്ന് മാറ്റാൻ ഈ ഒരു കഫേ കയറിക്കാം കേട്ടോ. നമ്മൾ കോഫി ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ബട്ട് ഐ വാണ്ടഡ് ടു മേക്ക് എ ട്രൈ ഈ ഒരു ബട്ടർ കുക്കീസ്. എങ്ങനെയുണ്ടമ്മ? നല്ല ടേസ്റ്റ് കേട്ടോ. ഇങ്ങനെ ക്യൂട്ട് കഫേസിലൊക്കെ വന്ന് ഇറ്റ്സ് എ വെരി ഐ ഫീൽ ലൈക്ക് ഒരു യൂറോപ്യൻ തീമിലുള്ള ഒരു സ്പേസ്. എന്ന് വെച്ചാൽ നല്ല ബ്രൈറ്റ് സണ്ണി ഡേ ആട്ടോ. നല്ല വെതർ കിട്ടിയത് നമുക്ക്. അമ്മ അവിടെ സിഡ്നി ക്വാളിറ്റി ടീയുടെ അടിയിലിരുന്നിട്ട് കാപ്പിയും കാത്തിരിക്കുകയാണ്. ഇവിടുത്തെ ലൈറ്റ് റെയിലാണ് കേട്ടോ. സർക്കിള് കീഴിലേക്കൊക്കെ പോണ ലൈറ്റ് റെയിലാണ്. അമ്മ അത് നോക്കി നിൽക്കുക. ഇറ്റ്സ് ക്വൈറ്റ് നൈസ്. ഇവിടെ ജോർജ് സ്ട്രീറ്റിന്റെ സെന്ററിൽ തന്നെ കേട്ടോ അത് പോവുക. മെൽബണിലൊക്കെ ട്രാമൊക്കെ കുറേ കൂടെ ഉണ്ട് ഇപ്പോഴും. സിഡ്നിയിൽ പക്ഷെ കാര്യമായിട്ടില്ല. ഈ ഒരു ലൈറ്റ് റെയിൽ തന്നെയുള്ളൂ. QVB ആണ് കേട്ടോ. ക്വീൻ വിക്ടോറിയ ബിൽഡിംഗ് എന്നാണ് അതിന് പറയുക. ടൗൺ ഹാളിൽ തന്നെ ഉള്ളത്. നമുക്ക് ഇങ്ങോട്ട് വരാണ്ട്. മെക്ക സാനോണിയുടെ അവിടെ വിചാരം അവൾക്ക് ഇതൊക്കെ പ്രായന്നാ. ഓൾറൈറ്റ്, നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്കാണ് നടക്കണേന്ന് വിചാരിച്ചാൽ സിഡ്നി ഐ എന്ന് പറയും. ഞാനവിടെ എത്തുമ്പോൾ അതിനെ ശരിക്കും കുറച്ചും കൂടെ കാണിച്ചു തരാം. സിഡ്നിയിലത്തെ ഐ ആം നോട്ട് ഷുവർ ഓസ്ട്രേലിയയിലാണോ ന്യൂ സൗത്ത് വെയിൽസിലാണോ എന്ന് ടോളസ്റ്റ് സ്ട്രക്ചറാണ്. അപ്പം അതിൻ്റെ മുകളിലേക്ക് അമ്മേനെ ഒന്ന് കയറ്റാം എന്നാണ് വിചാരിക്കണേ. അമ്മ ഇവിടെ പോയി ഓക്കെ. സോ അങ്ങോട്ടൊന്ന് പോകാനാണ് കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി. ഞാൻ രാവിലെ ടിക്കറ്റ്സ് ഒക്കെ വാങ്ങിയിരുന്നു. സോ വി ജസ്റ്റ് ഗോയിങ് ടു വാക്ക് ദേർ നൗ. നമുക്ക് 12:15 PM നമ്മുടെ എൻട്രി സ്ലോട്ടിൻ്റെ കിട്ടിയിരിക്കുന്നത് ടിക്കറ്റ്സിൻ്റെ. സോ വി ജസ്റ്റ് നീഡ് ടു ഗെറ്റ് ദെയർ ബൈ ദെൻ. സമയമുണ്ട്. ഇറ്റ്സ് ഓൾ നിയർ ബൈ 11:50 ആയിട്ടുള്ളൂ. സോ ലെറ്റ്സ് വാക്ക് ദേർ. അമ്മ പണ്ടത്തെ സ്റ്റൈലിലുള്ള തിയേറ്ററാണത്. കണ്ട അവിടെ കണ്ടോ? ഇപ്പോഴും ഷോസ് ഒക്കെ നടക്കുന്നുണ്ട് അവിടെ. അങ്ങനെ മ്യൂസിക്കൽ ഷോസ് ഓപ്പറാസ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ലോർഡ് ഓഫ് ദ റിങ്സ് ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് മ്യൂസിക്കൽ ഷോ. ഇവിടെ കേട്ടോ മാർക്കറ്റ് സ്ട്രീറ്റ് കൂടെ കയറിയാൽ ഇവിടെ അങ്ങനെ കാണാം. ഡിസ്കവർ സിഡ്നി ടവർ ലെവൽ 5 സിഡ്നി ടവറായി. ഒബ്സർവേഷൻ ഡെക്കും എല്ലാ കാര്യങ്ങളും. ഇവിടെ ഡൈനിങ്ങും ഉണ്ട്. പക്ഷെ അതിന് മുമ്പേ ബുക്ക് ചെയ്യണമായിരുന്നു. ലെറ്റ്സ് സീ വെയർ വി ക്യാൻ ഹാവ് ലഞ്ച്. അതിന് ശേഷം തൽക്കാലം നമുക്ക് മലയ്ക്ക് പോകാം. ഓക്കെ, സിഡ്നി ടവറായി റെഡി ആയിട്ടുണ്ട്. സിഡ്നി ഐ എന്നാണ് ഇതിന് പറയുക, അല്ലെങ്കിൽ സിഡ്നി ടവർ ആയി. ഓക്കെ, ലെറ്റ്സ് ഗോ. നടന്നോളി. ഇവിടെ നിന്ന് അങ്ങനെ അവിടെ പോയിട്ട് വേണം. ഇതാട്ടോ എൻ്റെ എൻട്രൻസ് സിഡ്നി ടവർ ഐയുടെ.
ഇവിടെ ടിക്കറ്റ്സ് എടുക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്, പ്രീപെയ്ഡ് ടിക്കറ്റ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് വാങ്ങിയോണ്ട് നമുക്കിനി ഇങ്ങോട്ട് കയറാം. ഈ അട്രാക്ഷൻസ് ഒക്കെ ആക്ച്വലി അമ്മ ലാസ്റ്റ് ടൈം വന്നപ്പോൾ കണ്ടിട്ടുണ്ട് കേട്ടോ. സിഡ്നി സീ ലൈഫ്, മാഡം ടുസാഡ്സ്, ഇതൊക്കെ അമ്മ കണ്ടിരിക്കുന്നു. നൗ വി ജസ്റ്റ് ഗോണ ഗോ. ഇവിടെ നിൽക്കണോ അമ്മയ്ക്ക് ചുള്ളന്മാരുടെ കൂടെ? ഓക്കെ, ഇത് കണ്ടമ്മ. കോസ്റ്റൽ ഇൻഡിജിനസ് പീപ്പിൾ അറൌണ്ട് സിഡ്നി വർ നോൺ ആസ് ഇയോറ. അതായത് ഇവിടുത്തെ ഒറിജിനൽ ആൾക്കാരില്ലേ, ഇവിടുത്തെ അബോറിജിനൽസ്, അവരെ കുറിച്ചിട്ടുള്ള കുറേ ഇൻഫർമേഷനൊക്കെ ഇവിടെ ഇങ്ങനെ കാണാം. എന്താ, ക്യാപ്റ്റൻ ഫിലിപ്പാണല്ലോ ഇവിടെ വന്ന് ഇപ്പോൾ സിഡ്നി കോവും സിഡ്നി ഒക്കെ ആയി മാറിയത്. അതിനെക്കുറിച്ച് കുറച്ച് ഹിസ്റ്ററി ഒക്കെ ഇവിടെ നമുക്ക് വായിക്കാൻ പറ്റും. ഇവിടുത്തെ പോപ്പുലേഷൻ എത്രയാണ്, വളരെ കുറവല്ലേ ഇവിടുത്തേക്ക് പോപ്പുലേഷൻ. 6 years എടുത്തു ഈ സാധനം ഇത് ബിൽഡ് ചെയ്യാനമ്മ, ഈ ഒരു ടവർ. And then see, this says Sydney has the largest natural harbour in the world. We are very lucky. ഇവിടെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാർബറിൽ നമുക്ക് താമസിക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ. So that is really nice. The first European settlement of Australia 1788. പണ്ട് സിറ്റിസൺഷിപ്പിന്റെ ടെസ്റ്റിനൊക്കെ ഹാർട്ട് പഠിക്കാനുണ്ടായിരുന്നു. ഇവിടെ ഡെക്കിൽ സ്കൈ വാക്കിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അതുമാതിരി ഇവിടെ ഒരു VR എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളൊക്കെ പേടിക്കാറായതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണില്ല. ഐ ലവ് സിഡ്നി. $26 million എടുത്ത് പണിത സംഭവമാണ് കേട്ടോ ഇത്. ഇവിടെ കാണാണ്ട് അമ്മ കണ്ടോ ഹൈറ്റിന്റെ ഓരോ കാര്യങ്ങൾ കമ്പാരിസൺ ഉണ്ട്. ഇപ്പൊ നമുക്കറിയണേൽ ഏറ്റവും വലുത് ഓഫ് ഇറ്റ്സ് ബുർജ് ഖലീഫ, റൈറ്റ്, ദുബായിലോ. ബുർജിൽ ഞാൻ പോയിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഷോസ് യു ഒരു കമ്പാരിസൺ. ഐഫിൽ ടവർ അറിയണ പെട്രോണസ് റാസ് കോലലംപൂർ മലേഷ്യ, എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ്, അതിൻ്റെയൊക്കെ ഒരു കമ്പാരിസൺ ആണ് വെച്ചിരിക്കുന്നത് ഇവിടെ. ഇവിടെ നമുക്ക് ഫോട്ടോസ് എടുക്കാം കേട്ടോ. നമ്മുടെ ഫോട്ടോസ് ഉണ്ട്, നമ്മുടെ ടിക്കറ്റിൽ നമ്മൾ ഇൻക്ലൂഡഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. സോ അങ്ങനെ അവരൊക്കെ നിന്ന് അത് ഞാനൊന്ന് നിന്ന് ചെത്ത സ്റ്റൈലായിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. കാണിച്ചു തരാം സംഭവം. അമ്മ വെൽക്കം ടു സിഡ്നി. ഓക്കെ, നമ്മൾ ഇങ്ങനെയാണ് ഇവിടെ വ്യൂ കാണാം. നമുക്ക് ഫുൾ സിഡ്നി കാണാം. ഇപ്പം ഈ ബിൽഡിംഗ് ഉണ്ടല്ലേ, ഈ കോല് പോലത്തെ, ഇതാണ് ഇപ്പം നമ്മൾ കയറാൻ പോണ സംഭവം. ഓക്കെ, ഇങ്ങോട്ടൊക്കെയാണ് കയറാൻ. അപ്പം എൻ്റെ അടിയിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ മടക്കി ഓരോ ലെവലായിട്ട് കയറിക്കൊണ്ടിരിക്കണേ. സോ വിൽ ഗെറ്റ് ടു ഗോ റൈറ്റ് ടു ദ ടോപ്പ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കാണാൻ പരിപാടി കണ്ടാ. ഓക്കെ, ഇതാ വരും അമ്മ. നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അവർ വിളിക്കുമ്പോഴാണ് ആ ഒരു മെഗാ ലിഫ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറുക. ഓ താങ്ക് യു. താങ്ക് യു അമ്മ. 45 seconds എത്തുന്നതിന്റെ ഏറ്റവും ആളേക്ക് ബൊമ്മൊരു പറക്കല ഉണ്ട്. അവിടെ ഫുൾ ഇങ്ങനത്തെ കുറെ ഫോട്ടോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ആൾക്കാർ വന്നതിന്റെ ഒക്കെ. ഓക്കെ, നമ്മൾ ഇറങ്ങി വരുമ്പോ തന്നെ ഇങ്ങനെയാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഒബ്സർവേഷൻ ഡെക്ക്. പണ്ട് വന്നൊരു ഓർമ്മയുണ്ട് എനിക്ക്. ഇങ്ങനെ ഒരു 360 degreesലാണ് കേട്ടോ സംഭവം. ആൻഡ് ഗൈഡ്സും ഉണ്ടെല്ലാം പറഞ്ഞുതരാനും ഒക്കെ. ബട്ട് യാ, വാട്ട് എ ബ്യൂട്ടിഫുൾ സിറ്റി. നമ്മളിവിടെ വെള്ളമെത്തി. അമ്മയ്ക്ക് സ്ലൈറ്റ് ആയിട്ട് താല്പര്യമുണ്ട് ഇത്രയും ഹൈറ്റ് ഒന്ന് കാണുമ്പോഴേ. ബട്ട് ഐ ഷോ യു വാട്ട് എ ബ്യൂട്ടിഫുൾ സിറ്റി സിഡ്നി ഈസ്. സോ ലവ്ലി ആൻഡ് നല്ല ബ്രൈറ്റ് സണ്ണി ഡേ ആയതുകൊണ്ട് നല്ല ക്ലിയർ വിഷൻ. ഈ ഒബ്സർവേഷൻ ഡെക്കിന്റെ ഓരോ പ്രദേശത്ത് പോയി നിന്ന് നോക്കുമ്പോഴും 360 degrees ആണ്. ഇപ്പം നമുക്ക് ഈച്ച് പാർട്ട് ഓഫ് സിഡ്നി കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്നിടത്ത് നിന്ന് നോക്കൂ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഹാർബർ വി ഹാവ്. ബോട്ട്സ് കാണാണ്ട്, വി കെൻ സീ ദ ലവ്ലി കോസ്റ്റൽ ഏരിയാസ്. ആൻഡ് യു നോ ജസ്റ്റ് ഷോസ് അസ് ഹൗ ബ്ലെസ്ഡ് വി ആർ ടു എക്സ്പീരിയൻസ് ദിസ് സിറ്റി. ലൈറ്റായിട്ട് ഇവിടുന്ന് നമുക്ക് ഓപ്പറ ഹൗസ് കാണാണ്ട്. അങ്ങനെ ഒരു ഈ ഒരു വൈറ്റ് സാധനം കാണില്ലേ, അത് ഓപ്പറ ഹൗസ് ആണ് കേട്ടോ. അതിന് അപ്പുറത്ത് നമുക്ക് ഹാർബർ ബ്രിഡ്ജും കാണാം. ആൻഡ് ഓൾ ദ സബർബൻ ഏരിയാസ് ദൂരെ ദൂരെ. ഒരു ചെറിയ കറക്കം ഈ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അതൊക്കെ ആ ബാരങ്കറു സൈഡാണ് കേട്ടോ ആ കാണുന്നത്. എൻ്റെ ഓഫീസ് എനിക്ക് ഇവിടുന്ന് കാണാണ്ട്. നമ്മളും ഇങ്ങനെ ഹാർബർ കാണുന്ന വ്യൂ ഉള്ള സ്ഥലമാണ്. സോ നൈസ്. അവിടെ ഒരു ബോട്ടൊക്കെ പോകണം. ഹൈറ്റ് കൂടുന്തോറും നമുക്ക് തലയ്ക്കൊരു ചെറിയ തന്താനെന്നാനേ താനെന്നാനേ. ഇവിടെയൊക്കെ കുറേ ടൂറിസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി കുറേ കൊല്ലത്തിന് ശേഷമാണ് ഇവിടെ വരണേ. കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന കാലത്ത് ഞാൻ സുനിലിൻ്റെ കൂടെ വന്നതാ. ബട്ട് ഐ ഫീൽ ലൈക്ക് യുനോ ഈ ഒരു ഇത്രയ്ക്ക് ബ്രൈറ്റ് ആയിരുന്നില്ല അന്ന് തോന്നുന്നു. അന്ന് ഇറ്റ് വാസ് എ ബിറ്റ് മോർ ക്ലൗഡി. പിന്നെ നല്ലൊരു വ്യൂ കിട്ടാണ്ട്. ഒബ്സർവേഷൻ ഡെക്കിൻ്റെ ഹൈറ്റിൽ ചെറുതായിട്ട് തല പിരിയുന്നുണ്ട് കേട്ടോ അമ്മയ്ക്ക്. ബട്ട് യാ വി ജസ്റ്റ് സ്ലോലി വാക്കിങ്. എൻ്റെ കൈയൊക്കെ പിടിച്ചിട്ടാകുമ്പോൾ നടക്കണുള്ളൂ.
നമുക്ക് ഇവിടുന്ന് എത്ര കാണാണ്ട്, നമുക്ക് കുറേയൊന്നും കാണാനില്ല കേട്ടോ, അറ്റത്തൊന്നും കാണാൻ തന്നെയില്ല. ചിലപ്പോൾ നമ്മുടെ വീടൊക്കെ ആ ഭാഗത്ത് എവിടെയെങ്കിലും ദൂരമായിരിക്കും. അവിടെ നിന്ന് ഫ്ലൈറ്റൊക്കെ പോണ കാണാണ്ട്, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാ കണ്ട ഫ്ലൈറ്റ് പോണ കാണാണ്ട്. Yeah, we are quite high up in the sky. ഈ പിടി വിടുന്നില്ല ഒരാള്. നമ്മൾ ഈ സാത്ത് ഫേറെ മാതിരി ഇങ്ങനെ നടക്കുകയാണ്. നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ തല കറങ്ങണ. ടൂറിസ്റ്റാണ് കേട്ടോ അവിടെ കൂടുതലുള്ളത്. നമുക്കിങ്ങനെ ഓരോ സ്ഥലം നോക്കുമ്പോഴും ഓരോ ഭാഗം ഓഫ് സിഡ്നിയാണ് കാണുക. ലൈക്ക് വാക്കിംഗ് ക്ലോസർ ടു ലൈക്ക് കൂടുതൽ വെള്ളമുള്ള ഭാഗം. ഇവിടെ താഴെ നോക്കിയാൽ നമ്മൾ ജോലി ചെയ്യാറുള്ള, ഞാൻ പണ്ടൊക്കെ വർക്ക് ചെയ്ത ഓഫീസുകൾ, അതുമാതിരി നമ്മൾ കാണാറുള്ള കുറേ ചേർച്ചുകൾ, സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴേ ഫ്രം അപ്പ് ഹിയർ ഇറ്റ്സ് സോ നൈസ്. പക്ഷെ ഇങ്ങനെ സൂമിൻ ചെയ്യുമ്പോൾ എൻ്റെ അമ്പോ എന്തോ മാതിരിയായിട്ടാണ് കാണുന്നത് കേട്ടോ. ലൈക്ക് മേജർ ലാൻഡ് മാർക്സ് ഒക്കെ നമുക്ക് ഇവിടുന്ന് പരിചയമുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണുമ്പോൾ ഒരു രസം. ഞാൻ കൈവിട്ടപ്പോൾ ഒരാളാ അന്നങ്ങളില്ല കേട്ടോ. കോവാളേനെ പോലെ അമ്മ പിടിച്ചിക്ക. അമ്മയ്ക്ക് ഇവിടെ വന്നിട്ട് കോവാളേനെ മാതിരി അവിടെ പിടിച്ചിക്കണു അനങ്ങാതെ. അവിടെ കുറെ സെയിൽ ബോട്ട്സ് ഒക്കെ കാണാണ്ട് ദൂരെ. ഇന്ന് ബോക്സിംഗ് ഡേ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ബോക്സിംഗ് ഡേയുടെ അന്ന് ഇവിടെ ഒരു വളരെ ഫേമസ് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു ബോട്ട് റേസ് നടക്കും. ഇറ്റ്സ് കോൾഡ് ദ റോലെക്സ് സിഡ്നി ടു ഹോബാർട്ട്. കഴിഞ്ഞ കൊല്ലം എൻ്റെ കമ്പനിയുടെ ബോട്ടാണ് നമ്മളാണ് ജയിച്ചതൊക്കെ. ഭയങ്കര സെലിബ്രേഷനൊക്കെ ആയിരുന്നു. എല്ലാ കൊല്ലം നമ്മൾ കോമ്പീറ്റ് ചെയ്യും. കഴിഞ്ഞ കൊല്ലം ഫസ്റ്റ് വന്നിരുന്നു. അപ്പോൾ ഐ തിങ്ക് അതിൻ്റെ ബോട്ട്സിൻ്റെ ഇന്നാണ് അത് ഫ്ലാഗ് ഓഫ് ഒക്കെ. അപ്പോൾ അതിൻ്റെ തോന്നുന്നു അവിടെ കാണാനുള്ളതൊക്കെ. കുറേ സിനിമയ്ക്ക് ഇവിടെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടില്ല കേട്ടോ. ഹൈഡ് പാർക്ക് എന്ന് പറയും, ഭയങ്കര ഫേമസ് ആണ് ഇവിടുത്തെ. അതൊക്കെ അവിടെ നിന്ന് കാണാനുണ്ട്. നമുക്ക് കാണണമെന്നുണ്ട്. താത്തയ്ക്ക് നോക്കിയാൽ താത്തയ്ക്ക് വീഴുമെന്നൊരു പേടിയും. ഓക്കെ, നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഫോട്ടോ എടുത്തപ്പോൾ അവർ ഇങ്ങനത്തെ ഒരു സാധനം തന്നിരുന്നു. അതാണ് ഇപ്പോൾ സ്കാൻ ചെയ്യാനുള്ളത്. അതങ്ങനെ സ്കാൻ ചെയ്താൽ നമ്മുടെ ഫോട്ടോ അവരെടുത്തത് ഇങ്ങനെ കാണാൻ പറ്റും. അമ്മ അതുകൊണ്ടാ ഇത് ബോണ്ടായി ബീച്ച് എന്നുള്ളതിൻ്റെ തീം. അപ്പോൾ നമുക്ക് ഓരോ തീമിൽ നമ്മുടെ ഫോട്ടോസ് എടുത്തത് ഇങ്ങനെ കാണാം. ഇത് കണ്ടോ, ഇത് നമുക്കിങ്ങനെ പ്രിന്റ് ചെയ്യാം, നമ്മുടെ ഫോണിലാക്കിയിട്ട് എടുക്കാം. അമ്മ എന്താ കോളയുടെ കൂടെ കാണിക്കണേ? അങ്ങനത്തെ ഒക്കെ കുറെ ഫോട്ടോസൊക്കെ കാണാം കേട്ടോ അവിടെ. വിച്ച് ഇസ് ക്വൈറ്റ് നൈസ്. അത് നന്നായിട്ടുണ്ട്. അവിടുന്ന് ഇറങ്ങിയ ഉടനെ ഇവിടെ ഒരു ഗിഫ്റ്റ് ഷോപ്പ് പോലെയാണ് കേട്ടോ. അങ്ങനത്തെ ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങാം. ടൂറിസ്റ്റിനൊക്കെ ഓക്കെ, ബട്ട് ഐ തിങ്ക് നോർമലി ഇവിടെ താമസിക്കുന്നവർക്ക് ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. കോവാള അമ്മയ്ക്ക് എന്തെങ്കിലും ഇതൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുത്തോളൂ കേട്ടോ. സോവനിയേഴ്സ്. ഓക്കെ, വെസ്റ്റ് ഫീൽഡിൽ നിന്ന് അവിടെ ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇതൊക്കെയാണ് കേട്ടോ, പിറ്റ് സ്ട്രീറ്റ് ആണത്. ഇവിടെ നമുക്ക് ഫുള്ളും കാണാം. രാത്രി ആക്ച്വലി ഇവിടെ നല്ല ഭംഗിയമ്മ, ബിക്കോസ് ഈ ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്യും. ഈ ഫുൾ ലൈറ്റ്സ് ഓൺ ആയിരിക്കും. ഹോപ്പ്ഫുള്ളി നമുക്ക് കുറച്ചൊന്ന് കാണാൻ പറ്റുമായിരിക്കും. ഓക്കെ, നമ്മൾ മയറിൽ എത്തിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറച്ച് ഷോപ്പിംഗ് ചെയ്യണമെന്നുണ്ട് ഇവിടെ നിന്ന് കേട്ടോ. ലെറ്റ്സ് സീ. ഓ മൈ ഗോഡ്, സിഡ്നി മുഴുവൻ ഇവിടെയാ തോന്നുന്നു. സ്റ്റോക്ക് ടേക്സയിൽ നടക്കുകയാണേ. സോ ഇറ്റ്സ് ലൈക്ക് മാഡ്നെസ് തിരക്ക് കേട്ടോ. ചമ്മേ, ഞാൻ അമ്മയുടെ സെക്ഷനിലേക്ക് കൊണ്ടുവന്നു. ഇങ്ങനത്തെ ഹോം വെയർ, കിച്ചൺ വെയർ ഐറ്റംസ് ഒക്കെ ഒരു പ്രത്യേക വീക്ക്നെസ് ഉണ്ട് ഒരാൾക്ക്. ഭയങ്കര സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ. ഇറ്റ്സ് പ്രിറ്റി ഗുഡ് സെയിൽ ഇവിടെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്തോളൂ കേട്ടോ. നല്ല സെയിൽ ഉണ്ട് കേട്ടോ മയറിൽ. സാധനങ്ങളൊക്കെ അതിനാമേ സ്റ്റെപ്പ് ഉണ്ട്. നല്ലോണം സെയിൽ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ക്യൂ നിൽക്കലാണ് ഒരു മെനക്കെട്. ബിക്കോസ് നമുക്ക് ഇത്രയും നേരം വേസ്റ്റ് ചെയ്യണ്ടേ ജസ്റ്റ് ടു ബൈ സംതിങ്. ഓക്കെ, നമുക്കിനി എൻ്റെ ദൈവമേ അവിടെ നോക്കൂ തിരക്ക്. ഹാൻഡ് ബാഗ്സും കോസ്മെറ്റിക്സിൻ്റെ അവിടുത്തെ തിരക്കാട്ടോ. ഓ ഗോഡ്, ഷോപ്പിങ്ങിൻ്റെ പ്രാന്തിൽ കുറേ വീഡിയോ എടുക്കാൻ പറഞ്ഞു കേട്ടോ. ഡ്രസ്സൊക്കെ കുറച്ചൊക്കെ കിട്ടിയതിൻ്റെ ഇടയിൽ. പിന്നെ ആലോചിച്ചാൽ 2:30 മണി അമ്മയ്ക്ക് വിശക്കുണ്ടാവും. അപ്പോൾ സോൾ ഒറിജിനിൽ വന്നിക്കാൻ നമ്മൾ. നല്ല ഫുഡാട്ടോ അവിടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് സ്നിറ്റ്സൽ റാപ്സ്, കുറച്ച് ഇതുപോലത്തെ ചിക്കൻ റാപ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. സോ വി ഗോണ ഗോ സിറ്റ് സംവെയർ. തിരക്ക് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ്, തിരക്ക് എന്ന് പറഞ്ഞാൽ ഒരു മുട്ടുസൂചി കുത്താൻ സ്ഥലമില്ല കേട്ടോ. അത്രയ്ക്ക് തിരക്കുണ്ട്.
വി ജസ്റ്റ് ഗോണ ഫൈൻഡ് സം സ്പോട്ട് ടു സിറ്റ്, എന്നിട്ട് നമുക്ക് ഇരുന്ന് കഴിക്കണം. ഫുഡ് അടി കഴിഞ്ഞിട്ട് കുറച്ച് ഡാൻസും പാട്ടും പെർഫോമൻസ് കാണാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. വേർലേക്കിൻ്റെ നടുക്ക് ഓഫ് പിച്ച് സ്ട്രീറ്റ്. ഇവിടെയാണ് കുറേ പേര് പെർഫോമൻസിനും കാര്യങ്ങൾക്കൊക്കെ വന്നിട്ട് ചെയ്യണേ. എന്നും മിക്ക ദിവസങ്ങളും ഇവിടെ കാണാറുണ്ട് കേട്ടോ. ഓക്കെ, പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മളിനി ഈ QVB അല്ലെങ്കിൽ ക്വീൻ വിക്ടോറിയ ബിൽഡിങ്ങിലേക്ക് ഒന്ന് കയറാം കേട്ടോ. ഇതൊരു പഴയ ഒരു കൊട്ടാരമാണ്. അതിനെ അവർ ഷോപ്പിംഗ് സെൻ്ററായിട്ടൊക്കെ കൺവേർട്ട് ചെയ്ത് പ്രിസർവ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ പഴയ കാലത്തെ മാതിരത്തെ സെറ്റപ്പാണ് ഇതിനകത്ത്. എനിക്ക് തോന്നി അമ്മയ്ക്ക് അത് ഇഷ്ടമാവും എന്നുള്ളത്. ക്വീൻ വിക്ടോറിയ ബിൽഡിംഗ് ഒരു ഷോപ്പിംഗ് സെൻറ്റർ ആയിട്ടുണ്ട്. അങ്ങനെയാണ് കേട്ടോ അപ്പോൾ കൺവേർട്ട് ചെയ്തേക്കണേ. പടിയിലും മുകളിലും ഒക്കെ ആയിട്ട് കുറേ ഫ്ലോസിലുണ്ട്. ആൻഡ് ഇറ്റ്സ് ഓൾ വെരി വിക്ടോറിയൻ തീം ബേസ്ഡ്. ഇഷ്ടമാതിരി ഷോപ്പിംഗ്, ഫുഡ് ഔട്ട്ലെറ്റ്സ്, അതുമാതിരി ഡിസൈനർ വെയർ, അങ്ങനത്തെയൊക്കെ സ്ഥലങ്ങളാണ് ഇതിനകത്തുള്ളത്. ആ ക്ലോക്ക് നോക്കാമോ, ഉണ്ടാ അടിപൊളിയായിട്ടില്ലേ? എത്തിയുണ്ട് ആ ക്ലോക്ക്. ഇവിടെയുണ്ട് ഒരു കിടിലൻ ക്രിസ്മസ് ട്രീ, അടിപൊളിയുണ്ട് കേട്ടോ. എനിക്ക് ഈ പഴയ ആർക്കിടെക്ചറിനോടൊക്കെ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആട്ടോ. ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ് ആൻഡ് ആർക്കിടെക്ചർ ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെയൊക്കെ സ്പേസസിൽ ഐ ഫീൽ റിയലി ഹാപ്പി. എല്ലാ മേജർ ബ്രാൻഡ്സും ഉണ്ട് ഇവിടെ കേട്ടോ. തിരക്ക് നോക്കൂ, ഇറ്റ്സ് ഓൾ ദ ബോക്സിംഗ് ഡേയുടെ തിരക്കാണ്. അമ്മ ഇവിടെ ഇതൊക്കെ കാഴ്ചകൾ കണ്ടിട്ട് ഇഷ്ടമായിട്ടിരിക്കുക. ഇവിടെ കണ്ടോ എഴുതിയിരിക്കണേ, ആ ക്ലോക്കിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാണ്ടോ അറിയില്ല. മെജസ്റ്റി ക്വീൻ എലിസബത്ത് II കൊടുത്ത ക്ലോക്ക് എന്തോ തോന്നുന്നു. അത് ഹേസ്റ്റിങ്സ് ഇംഗ്ലണ്ടിൽ നിന്ന് വരുത്തിയതെന്തോ ആണത്. അവിടെ റോയൽ ഫാമിലിയുടെ എംബ്ലൊക്കെ കാണാണ്ട് അവിടെ. അബറിജിനൽ ആർട്ടിൻ്റെ ഒരു സ്റ്റോർ കേട്ടോ. അവരുടേതായിട്ടുള്ള കുറേ ഡിസൈൻസും പാറ്റേൺസൊക്കെ ഉള്ളത്. ഇതാണ് നമ്മ അബറിജിനൽ ആർട്ടോ. ഇങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനെ കുത്തു പോലത്തെ ഒരു സ്റ്റൈലാണ് അവരുടെ ഒരു ആർട്ട് ഫോമിന്. അതിൻ്റെ ഉള്ളിലൊക്കെ കുറേ ഉണ്ട് കേട്ടോ. വിൽക്കുന്നുണ്ട് അവർ ഓരോന്നൊക്കെ. റിയലി ബ്യൂട്ടിഫുൾ. നമ്മൾ അടിയിൽ നിന്ന് കണ്ട ട്രീ ഇതാ ഇവിടെ ആയിട്ട് അവസാനിക്കണം. അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ ഇതാ കുറേ ഉണ്ട് താഴത്തോട്ടേക്കും ആ ട്രീ. സോ ബ്യൂട്ടിഫുൾ. ഇതിൻ്റെ ആർക്കിടെക്ചറൊക്കെ നോക്കൂ. ഇവിടെ കയറാനുള്ള എന്തൊക്കെയോ വഴികളും. ഐ ലൈക്ക് ഇമാജിനിങ് എന്തൊക്കെയാവും പണ്ടത്തെ ആൾക്കാർ ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ടാവുകയെന്ന്. ഈ ക്വീൻ വിക്ടോറിയ ബിൽഡിങ്ങിന് എന്തൊരു ബ്യൂട്ടിഫുള്ളാണ്. പുറത്തുനിന്ന് അതിൻ്റെ ആർക്കിടെക്ചർ നല്ല രസമാണ് കേട്ടോ. ജിമ്മി ചൂ തൊട്ടിട്ട് സർവത്ര ബ്രാൻഡ്സിൻ്റെയും സ്റ്റോഴ്സ് ഉണ്ട് ഇതിനകത്ത്. അത്രയും വലിയ ഒരു സ്പേസാണ്, കപ്പിൾ ഓഫ് ഫ്ലോർസ് ആയിട്ട്. ആൻഡ് ദിസ് ഇസ് ജോർജ് സ്ട്രീറ്റ്. ഇവിടെയാണ് വേറെയും കുറേ ഷോപ്പിങ്ങിൻ്റെയും ഒക്കെ സ്ഥലങ്ങളുള്ളത്. കണ്ട് തീരില്ല ഒരു ദിവസം കൊണ്ട്. ഓഫ് കോഴ്സ് നമുക്ക് ഈ ഒരു സ്മോൾ ഏരിയ ആണെന്ന് കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. നമുക്ക് പതുക്കെ ക്ഷീണമായി തുടങ്ങണു. രാവിലെ ഇറങ്ങിയതല്ലേ നമ്മൾ. പോരാതെ നമുക്കിന്ന് ഈവനിങ് ഡിന്നറിന് നമ്മുടെ കസിൻസിൻ്റെ വീട്ടിൽ പോകാനുണ്ട് കേട്ടോ. അവിടേക്ക് വിളിച്ചിട്ടുണ്ട്. അമ്മ വന്നിട്ട് അവരുടെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ എന്താ വിചാരിച്ചാൽ പതുക്കെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങാം. ഈ തിരക്കിൽ നമുക്കൊന്ന് പതുക്കെ വീട്ടിലെത്തണ്ടേ. അപ്പോൾ നമുക്കിനിയും യാത്രയുണ്ട്. ബട്ട് ഐ എം തിങ്കിങ് നമുക്കൊന്ന് പതുക്കെ ഇനി ഇറങ്ങി പറ്റിയെങ്കിൽ കോഫി എന്തെങ്കിലും കുടിക്കാമോ? ഓക്കെ, ഒന്നും കഴിക്കാനുള്ള വയറിൽ സ്ഥലമില്ല. സോ വി ജസ്റ്റ് ഗോണ ഗോ ആൻഡ് ദെൻ പതുക്കെ നമുക്ക് മെട്രോ ഒക്കെ കയറി പോവാം. ആക്ച്വൽ എൻട്രൻസ് ഇതാണ് കേട്ടോ. അവിടെ ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. ഇവിടെ ക്വീൻ വിക്ടോറിയയുടെ വലിയൊരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട് കേട്ടോ. പള്ളിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാണ് അമ്മയ്ക്ക്. ഫേമസ് പള്ളിയാണ്.
എത്തി. നമ്മളിനി മാർട്ടിൻ പ്ലേസിലേക്കാണ് പോണത്. തിരിച്ച് വന്ന വഴി മാതിരി മാർട്ടിൻ പ്ലേസിൽ നിന്നിട്ട് നമുക്ക് ഒരാളിവിടെ തളർന്നിരിക്കണം, നടന്ന് ക്ഷീണിച്ചിട്ടു. നമുക്ക് മാർട്ടിൻ പ്ലേസിൽ നിന്ന് മെട്രോ പിടിച്ചിട്ട് വേണം തിരിച്ച് കെല്ലിവിൽ പോകാൻ. ഗൈസ്, നമ്മളിതാ തിരിച്ച് വീട്ടിലെത്തി. അമ്മ ടയർഡായോ? സുണ്ണും കിഡ്സൊക്കെ ഒന്ന് വീട്ടിലായിരുന്നു. അപ്പൊ ഇതാ എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മളും വന്ന് കുളിച്ച് റെഡി ആയി ഫ്രഷ് ആയി ചേഞ്ച് ആയിട്ട് പോവാ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കസിന്റെ വീട്ടിലേക്ക് പോവാണ്ടെന്ന് ഡിന്നറിന്. സോ വി ഗോൺ ഗോ ടു ദെയർ ഹൗസ്. ബട്ട് എനിവേസ്, ഇന്ന് നമ്മൾ സിറ്റിയിൽ ഒരു ഹോൾ ഡേ സ്പെൻഡ് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു ഇത്. ഐ ഹോപ്പ് എവറിബഡി എൻജോയ്ഡ് വാച്ചിങ് ആസ് മച്ച് ആസ് വി ഹാഡ് ഫൺ. അമ്മ ഇഷ്ടായോ? അമ്മയ്ക്ക് സിറ്റിയൊക്കെ കറങ്ങിയിട്ട് വലിയ ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറച്ച് ടയർഡായിരുന്നു ഞാൻ. അമ്മയ്ക്ക് ടയർഡ് ഉണ്ടോ അമ്മ? ഇല്ല അല്ലേ? ഞാനും പോയിട്ട് കുറച്ച് ആയുർവേദം ചെയ്തിട്ട്. ഓൾറൈറ്റ്, സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് വാച്ചിങ്. വീഡിയോ കണ്ട് എല്ലാവരും മറക്കാതെ ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ് ആൻഡ് ലൈക്ക്. ആൻഡ് ഐ ജസ്റ്റ് വോണ്ട് ടു വിഷ് എൻ്റെ സൈഡിൽ നിന്നും നമ്മുടെ എല്ലാവരുടെ സൈഡിൽ നിന്നും ഒരു സിഡ്നി മലയാളി ഫാമിലിയുടെ എല്ലാവരുടെയും സൈഡിൽ നിന്നും വിഷ് യു ഓൾ എ വെരി വെരി ഹാപ്പി ന്യൂ ഇയർ 2025. എല്ലാവർക്കും പ്രോസ്പെരിറ്റി, ഹാപ്പിനെസ്, ഹെൽത്ത് എല്ലാം ഉണ്ടാവട്ടെ ലൈഫിൽ. ഹാപ്പി ന്യൂ ഇയർ പറ. എല്ലാരും ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേ. ഹാപ്പി ന്യൂ ഇയർ. Alright, thank you for watching guys. Until we see you in the next video, this is bye from Shruti and bye from Close.